ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു സന്തോഷത്തോടെയുള്ളൊരു വ്ളോഗ് എടുക്കലാണ് കേട്ടോ. വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് ഇതാ നമ്മളെ വീട്ടിലേക്ക് പ്രതീക്ഷിക്കാതെ കയറി വന്ന രണ്ട് അതിഥികളാണ് കേട്ടോ. അതിഥികൾ വേറെ ആരുമല്ല, നമ്മളെ താത്തയാണ് കേട്ടോ. വെള്ളിയാഴ്ച അവധി ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ വെള്ളിയാഴ്ച വരുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ വ്യാഴാഴ്ച സ്കൂൾ വിട്ടിട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അന്ന് എന്തായാലും അന്നത്തെ ദിവസം രാവിലെ തന്നെ കറണ്ടൊക്കെ പോയിട്ട് ആകെ വെള്ളമല്ലാതെ വോൾട്ടേജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണ് കറണ്ട് വന്നത്. അപ്പോൾ ഓള് ഫോണിൽ അടിച്ചിട്ടൊന്നും ഞങ്ങൾ എടുക്കുകയേ ചെയ്തിരുന്നില്ല കേട്ടോ. കുറേ വട്ടം അടിച്ചു. ഉമ്മയുടെ ഫോണും സ്വിച്ച് ഓഫാണ്, എൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആയിക്കോളും കേട്ടോ. ഈവനിങ് ആയിട്ടാണ് നമ്മൾ വിളിച്ച് പറയൊക്കെ ചെയ്തിട്ട് വോൾട്ടേജും കാര്യങ്ങളൊക്കെ വന്നിട്ടോ. പിന്നെ അങ്ങനെ ഓള് വിളിച്ചിട്ട് ഞങ്ങൾ പോന്നിക്കോളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഇമ്മ അപ്പം തന്നെ പറഞ്ഞു കറണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ എന്നിട്ടോ. ഇമ്മാക്ക് വെള്ളമില്ല, കറണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബേജാറാണ് കേട്ടോ. സംഭവം എന്തായാലും ഓള് വന്നു. മോൾക്ക് വേണ്ടിയിട്ട് നല്ല പഴംപൊരി പഴം ഉണ്ടായിരുന്നപ്പോൾ വേഗം പഴംപൊരിയൊക്കെ ഉണ്ടാക്കി, പിന്നെ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിട്ടോ. പിന്നെ ഹാളിയാക്ക വന്നപ്പോൾ കൊടുത്ത് നല്ല പരിപ്പോടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് പിന്നെ നമ്മൾ വെളിച്ചക്ക് നീക്കണം കേട്ടോ. നമ്മൾ മുഹറം 9 നോമ്പെടുക്കുന്നുണ്ട്. 9, 10, 11 സുന്നത്ത് നോമ്പുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഉമ്മാക്കും എനിക്കും താത്താക്കും ഞങ്ങൾ നോമ്പെടുക്കാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ 4:15 എണീറ്റിട്ട് 4:45 ടൈമിൽ ബാങ്ക് കൊടുക്കും. അപ്പോൾ ഉമ്മ നേരത്തെ എണീറ്റിട്ട് പുട്ടും ഒക്കെ ചുട്ടിട്ട് പഴവും കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ അങ്ങനെ കടന്നുറങ്ങി. രാവിലെ എണീറ്റിട്ട് ഓൾക്ക് പിന്നെ ഉമ്മ പുട്ട് തന്നെ കേട്ടോ. പുട്ടായാൽ പിന്നെ എളുപ്പമാണല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ ഒരു 8:30, 9 മണിയൊക്കെ ആയിട്ടാണ് നീച്ചിക്കണത്. ഉമ്മ കുറേ വട്ടം നീക്ക് പറഞ്ഞിരിക്കണു. പക്ഷേ നമ്മൾ കടന്നതിന് 11:30ക്കാണ്. പിന്നെ 4 മണിക്ക് എണീറ്റു. പിന്നെ കടന്നിട്ട് 8:30ക്ക് തന്നെ ഉമ്മ വിളിച്ചിട്ട് പിന്നെ ഞാൻ നീക്കാതെ ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് രണ്ടും കൽപ്പിച്ച് നീച്ചു. പിന്നെ ഷേസു ബേബിക്ക് ഫുഡ് കൊടുത്തു, റയാന് ഫുഡ് കൊടുത്തു. ഓന് വെള്ളവും കാര്യങ്ങളൊക്കെ ആക്കി കൊടുത്തിട്ട് പിന്നെ ഓന് സ്കൂൾക്ക് പറഞ്ഞയച്ചു കേട്ടോ. ഓന് ഇവിടെ താത്താരെ കുട്ടികളെ കണ്ടിട്ട് പോവാൻ യാതൊരു ആഗ്രഹവും ഇല്ല കേട്ടോ. പക്ഷെ നോമ്പുമാണ്, ഇവിടെ നിർത്തിയാൽ ഒച്ചിട്ടിട്ട് വായത്തെ വെള്ളം മുഴുവനും വെട്ടും കേട്ടോ. അത് കാരണം സ്കൂൾക്ക് പറഞ്ഞയച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് താത്താരെ കുട്ടികളൊക്കെ അപ്പുറത്തെ കുറച്ച് പറങ്കിമാങ്ങയുടെ മരങ്ങളുണ്ട്, അവിടെ പോയിട്ട് അതിൻ്റെ മേലൊക്കെ കയറി കുത്തിരിക്കാണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ആക്കമ്പാട് ഇങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ താത്താരും കുട്ടികളും ഉണ്ടാവുമ്പോൾ എത്ര നേരാക്കിയിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. അടിച്ചോരിയിട്ടും കാര്യമില്ല, ഒതുക്കി വെച്ചിട്ടും കാര്യമില്ല കേട്ടോ. നമ്മളാ ചെയ്തത് കുറച്ച് നേരം നല്ല വൃത്തിയിലുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടാമത് കൂടി അലങ്കോലാക്കിയിട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഉമ്മ രാവിലെ തന്നെ കപ്സൻ്റെ അരി ഉണ്ടായിരുന്നു. അപ്പോൾ കപ്സ വെക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഉമ്മ അങ്ങനെ കപ്സയുടെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വെറും ചോറും കുട്ടികൾ കുറച്ച് ഉണ്ടാക്കി വെച്ചിരുന്നു. മീൻകാരൻ വന്നപ്പോൾ മീൻ വാങ്ങി. ഇനി നാളെക്കോ ഒക്കെ ആയിട്ടെടുക്കാം. അപ്പോൾ പിന്നെ അങ്ങനെ കപ്സ രാവിലെ തന്നെ നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര പാട്ട് വെച്ച് ഭയങ്കര കളിയിലാണ് കേട്ടോ. ഓര് ഭയങ്കര ചെറുപേടിയും ഹാദിയും ഒക്കെ ഭയങ്കര കൂട്ടാണ് കേട്ടോ. നല്ല ഫ്രണ്ട്സാണ്, നല്ല കളിയിലാണ്. നമ്മൾ എന്നിങ്ങനെ നോമ്പ് നോക്കുകയാണെങ്കിൽ ശീലമാവും കേട്ടോ. റമദാൻ മാസത്തിലൊക്കെ ഫസ്റ്റത്തെ നോമ്പ് ഭയങ്കര ക്ഷീണമുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് 2, 3, 4 അത് കൂടെ കഴിയുമ്പോൾ നമുക്ക് അതൊരു ശീലമായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് അങ്ങോട്ട് നോമ്പ് റമദാൻ മാസം കഴിയരുത് എന്നാക്കാരം. കാരണം ആ നോമ്പ് ഇറക്കുമ്പോഴൊക്കെ ഒരു ആ ഒരു സന്തോഷം, ആ ഒരു അത്രയും നേരം നമ്മളൊന്നും കഴിക്കാതെ ഇരിക്കുന്ന ടൈമിലും പിന്നെ നമ്മൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊരു സന്തോഷം ഉണ്ടല്ലോ വെള്ളം കുടിക്കുമ്പോഴൊക്കെ. അത് ശരിക്കും നമുക്ക് ആ ഒരു ഫുഡിനോടുള്ളൊരു ഇഷ്ടം ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ നോമ്പ് നോറ്റിട്ട് പിന്നെ നമ്മൾ മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ട് വെള്ളം കുടിക്കുന്ന ടൈമിൽ അതൊരു പ്രത്യേക ഒരു വൈബാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അത്രയും നേരം വിശന്നിരുന്നിട്ട് വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ്. പിന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇടയ്ക്ക് നോമ്പ് വിൽക്കുന്നത് നമ്മളെ ക്യാൻസർ കോശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കാനും
ഒക്കെ കാരണമാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നോമ്പ് നോൽക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഇതാ നോമ്പ് എന്ന് പറഞ്ഞാൽ നാരങ്ങ വെള്ളം ഇല്ലാത്തൊരു നോമ്പ് പറക്കലുണ്ടാവില്ല കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം വെള്ളങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നാരങ്ങ വെള്ളമാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നോമ്പ് ഇറക്കുന്ന ടൈമിൽ എനിക്ക് നാരങ്ങ വെള്ളം വേണം. നാരങ്ങ വെള്ളം പിന്നെ എന്താ പറയുക, ഒരു 5-6-8 ഗ്ലാസ്സിൽ ഞാൻ നമ്മൾ കടക്കണീൻ്റെ ഉള്ളിൽ കുടിക്കൂട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കുടിക്കാത്തല്ല, അപ്പോൾ രാത്രി ആ ഒരു ടൈം അനുസരിച്ചിട്ട് നമ്മൾ കുറച്ചിച്ച് നമ്മൾ 8 ഗ്ലാസ് വെള്ളം കുടിക്കണം കേട്ടോ. അങ്ങനെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെക്കുന്നുണ്ട്, ഫ്രിഡ്ജിക്ക് വെക്കുന്നുണ്ട്. കുറച്ച് തണുത്താലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. പിന്നെ നമ്മളെ ചോറില്ലേ, ചോറുണ്ടാക്കിയതിൽ ചെറിയൊരു എന്താ പറയുക കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്. കയ്യബദ്ധം എന്ന് പറയുന്നത് കുറച്ചൊന്ന് ചോറ് വേവ് ഏറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ എന്താ പറയുക ചോറുണ്ടാക്കിയിട്ട് അങ്ങനെ അടുപ്പത്ത് തന്നെ വെച്ചു. പിന്നെ അങ്ങനെ അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയത്, പക്ഷെ അത് വേവ് ഏറിട്ടോ. ആ ചൂട് അങ്ങനത്തെ തട്ടിയിട്ട് വേവ് ഏറി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കബ്സയാണ് കേട്ടോ. നമ്മളെന്നും പണ്ട് ആദ്യം എപ്പോഴും കബ്സ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ മന്തി അങ്ങനെ വേറെ ഐറ്റംസ് ഇങ്ങനെ മാറി മാറി വന്നപ്പോൾ പിന്നെ കബ്സ ഉണ്ടാക്കൽ നിർത്തിയതാണ് കേട്ടോ. ഫസ്റ്റ് ആദ്യം എപ്പോഴും കബ്സേനെ ഉണ്ടാക്കിയെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കുറേ ആയി കബ്സ കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കബ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറച്ച് വത്തക്ക ഉണ്ടായിരുന്നു കേട്ടോ. ആ വത്തക്കൊക്കെ മുറിച്ച് റെഡിയാക്കി വെക്കുകയാണ്. കാരണം ഒരു 6:45 പാൻ കൊടുക്കുക. അപ്പോൾ ഞാൻ ഷേസു ബേബിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഓനെ കഴിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഈ പണിക്കൊക്കെ നിൽക്കണം കേട്ടോ. ഉസ്നത്താത്ത പിന്നെ ഇങ്ങോട്ട് വരുന്നത് റെസ്റ്റ് എടുക്കാനാട്ടോ. ഓള് വരുമ്പോൾ തന്നെ പറയും ഞാനൊന്നും ചെയ്യൂല, ഞാൻ റെസ്റ്റ് എടുക്കാന്നൊക്കെ പറയട്ടോ. സംഭവം അങ്ങനെ പറഞ്ഞാലും എന്താ പറയുക, ഞാൻ പറയും മര്യാദയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താന്നൊക്കെ പറയട്ടോ, അങ്ങനെ തമാശക്ക്. കാരണം ഓൾക്ക് ഈ 3 കുട്ടികൾ ഭയങ്കര എന്താ പറയുക, രാവിലെ തൊട്ടിട്ട് രാത്രി കടക്കോളം ഒരു ഒഴിവില്ലാത്തൊരിതാണ് കേട്ടോ. കാരണം എല്ലാതും നോക്കണം, ഓളൊറ്റക്കൊളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓള് പറയും ഇങ്ങോട്ട് വേറെ റെസ്റ്റ് എടുക്കാനെന്നൊക്കെ പറയട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ എന്താ പറയുക ഉള്ളി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഉള്ളി കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല കാര്യം. അപ്പോൾ ഉള്ളി ഉണ്ടാക്കി, ഉള്ളിയാണെങ്കിലോ എനിക്കത് അരിയാൻ നേരെ അറിയില്ല കേട്ടോ. എന്നാലും എങ്ങനെ അരിഞ്ഞാലും സംഭവം ഉള്ളി ആയാൽ മതിയല്ലോ. പക്ഷെ എന്നാലും ഞാൻ എന്താ പറയുക, ഇത് കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വന്നപ്പോൾ ഞാൻ ഉസ്താദിനെ വിളിച്ചിട്ട് ഓളോട് അരിയാൻ പറഞ്ഞു കേട്ടോ. ഓളാദ്യം പറഞ്ഞു എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എന്നാലും ഞാൻ അരി എന്നൊക്കെ പറഞ്ഞിട്ട് ഓളങ്ങനെ ഉള്ളി അരിഞ്ഞ് സെറ്റായിട്ടോ. അപ്പത്തിന് ഏകദേശം എന്താ പറയുക മഗ്‌രിബിൻ്റെ ആ ഒരു ടൈം ഇറട്ടായിക്കണം കേട്ടോ. അപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ച് നോമ്പറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടിപ്പട്ടാളങ്ങൾ നമ്മൾ വത്തക്ക എന്താ പറയുക മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. ഓലോട് ഞാൻ നോമ്പറക്കുമ്പോൾ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പകുതി മുക്കാലും തിന്ന് കഴിച്ചോക്കണം കേട്ടോ. കുട്ടികൾ അങ്ങനെ തന്നെ കാര്യം നമ്മൾ പറഞ്ഞതൊന്നും ഒരു കേൾക്കില്ലല്ലോ. അത് ഫുള്ള് കഴിച്ചോക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ ഓരോന്നെടുത്ത് ഓല് കഴിച്ചിട്ട് വയറ് നിറച്ചോക്കണം കേട്ടോ. പിന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കൽത്തപ്പം ഉണ്ണിയപ്പം കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിന് ഇട്ട് വെച്ചിക്കണു, പക്ഷെ അത് സെറ്റാവാൻ കുറച്ച് ടൈം പിടിക്കണ കാരണം നാളെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട്. നാളെയും എന്താ പറയുക ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമല്ലേ മുഹറം 10. അപ്പോൾ നാളെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ വെള്ളം കുടിച്ചപ്പോൾ തന്നെ വയറ് ഏകദേശം ഫില്ലായിട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒരു ചായയും കുടിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.